ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും പിന്നെ കടയിലത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ വെക്കണേ. മോൾക്ക് കൊടുത്തയക്കണം. മോൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവൾക്ക് ക്യാബേജ് ഉപ്പേരി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലെ ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉപ്പേരി വെച്ചു. പിന്നെ അതിന് ശേഷം ഇത് ചേമ്പ് കിഴങ്ങാണ് കേട്ടോ, പാൽ ചേമ്പാണ് കേട്ടോ. അപ്പോൾ അത് പരിപ്പിൻ്റെ കൂടെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഉച്ചയ്ക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി വെക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് രാവിലേക്ക് ഇന്ന് ദോശയാണ് കേട്ടോ. ദോശയും സാമ്പാർ എന്ന് പറഞ്ഞാൽ പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ പാൽച്ചേമ്പൊക്കെ നേരാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ദോശയ്ക്കുള്ള പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് പരിപ്പ് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സാമ്പാറിനും ഈ ചേമ്പ് കിഴങ്ങിനും പിന്നെ രാവിലത്തെ ദോശയ്ക്കുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പരിപ്പ് വേവിച്ചത്. അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് ദോശയ്ക്കുള്ള പരിപ്പ് കറി ആക്കിയിട്ടുണ്ട്. ഇത് കേട്ടോ തക്കാളിയും സവാളയും ഒക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് കേട്ടോ. പിന്നെ ആ പരിപ്പ് ബാലൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലാണ് ഞാൻ ചേമ്പ് കറി വെക്കുന്നത് കേട്ടോ. പിന്നെ പണികളൊക്കെ ഏകദേശമൊക്കെ രാവിലത്തെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ക്യാബേജ് ഉപ്പേരി വെച്ചു. പിന്നെ സാമ്പാർ പറഞ്ഞാൽ ചേമ്പ് കറി കേട്ടോ, അതിനുള്ളതും കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മോള് സ്കൂളിലേക്കൊക്കെ പോയി. പിന്നെ അതിന് ശേഷം ഷോപ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെന്താ നമ്മുടെ ചെടി കുറച്ചുണ്ടല്ലോ, മണി പ്ലാന്റും അതൊക്കെ ഒന്ന് നനച്ച് വിടാമെന്ന് വിചാരിച്ചു. വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയായിട്ടോ, 11 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്താണ് കേട്ടോ. അപ്പോൾ മോൾക്ക് രാവിലത്തെ തിരക്കും കാര്യങ്ങളും അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എപ്പോഴത്തെയും പോലെ. അപ്പോൾ അവളിനൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ അതിന് ശേഷമുള്ള പരിപാടികളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. ഫ്രണ്ടിൽ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റും ഓർക്കിഡ് അങ്ങനെ സ്പൈഡർ അങ്ങനത്തെ 2-3 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ അമ്മയുടെ പണിയാണ് കേട്ടോ. അമ്മയാണ് ഇതൊക്കെ വെച്ചിട്ട് പോയത്. അപ്പം ഞാനിപ്പോൾ ഇടയ്ക്ക് അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ ഭയങ്കര വെയിലാണ് കേട്ടോ. പാലക്കാട് പൊതുവേ നല്ല ചൂടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ പിന്നെ വേനൽക്കാലത്ത് പിന്നെ പറയുകയും വേണ്ട. ഫെബ്രുവരി ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഭയങ്കര ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ വന്നപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തത്. അതിന് ശേഷം അതാ നമ്മുടെ കുഞ്ഞു പെണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ എടുത്തിട്ട് വന്നതാണ്. കുഞ്ഞ് ഉറങ്ങണില്ല പറഞ്ഞിട്ട് ഇവിടെ എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ അവളുടെ കൂടെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അമ്മ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നപ്പോൾ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നു പറഞ്ഞു കേട്ടോ. പിന്നെ കുഞ്ഞുപെണ്ണ് പിന്നെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. അവളാണ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഭക്ഷണം കൊടുക്കണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവളൊന്നും കഴിച്ചില്ല, ഇവിടെ വന്നിട്ടൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ കുട്ടിക്ക്. പിന്നെ ഞങ്ങൾ കുറേ നേരം അതങ്ങനെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അതിലൊക്കെ പൊട്ടിച്ചു. അങ്ങനെ കുഞ്ഞിപ്പാറ് പോയിട്ടോ. ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ ആള്. ഭയങ്കര ഉഷാറാണ്, നല്ല കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ പോയി. അമ്മക്കുട്ടീനെ എടുത്തിട്ട് പോയിട്ടോ അനിയത്ര അവിടെ. പിന്നെ അതിന് ശേഷം ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ കേട്ടോ. വൈകുന്നേരമാണെന്ന് തുടയ്ക്കൽ. ഇന്നത്തെ പണിയൊക്കെ വൈകുന്നേരമായിട്ടോ. അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞു. എല്ലാവിടെയും അടിച്ചു വാരി കേട്ടോ. പിന്നെ ഹാളിലടിക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണുള്ളൂ. അപ്പോൾ എല്ലാവിടെയും അടിച്ചു വാരി കഴിഞ്ഞു, തുടച്ചു. പിന്നെ അതിന് ശേഷം മോള് സ്കൂൾ വിട്ട് വന്നു കേട്ടോ.
പിന്നെ അവൾക്കിന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ ബ്രെഡ് ഓംലേറ്റാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതാ ഗോതമ്പിൻ്റെ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ 4 ബ്രെഡ് പിന്നെ ഒരു മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ബ്രെഡ് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യ് എല്ലാവിടെയും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. ഇനി അതിനെ അങ്ങനെ തിരിച്ചിടുക കേട്ടോ. തിരിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓംലെറ്റ് ഒരെണ്ണം അങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ഇതിനെ 4ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ നമുക്കിതിനെ. ഇനി ടൊമാറ്റോ സോസ് ഇതിൻ്റെ മേലെ അങ്ങനെയൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം അതിന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊന്നോ അപ്പോഴേക്കും അതാ ഡയറി മിൽക്ക് കഴിക്കുകയാണ്. ഇത് കഴിക്കാന് എടുത്തിട്ട് വാ. പിന്നെ മോൾക്ക് അത് ഉണ്ടാക്കി കൊടുത്തു. മോളതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം പാല് വരാനായിട്ടുണ്ട് കേട്ടോ. 5 മണി ആവാനായി. അപ്പോൾ ഞാനിതാ പാത്രമൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ അത് അപ്പുറത്ത് മറ്റേ നായ്ക്കുട്ടി കണ്ടില്ലേ, ഇന്നലെ വന്നില്ലേ, അത് അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. പിന്നെ അത് 5 മണി ആയപ്പോൾ പാൽക്കാരൻ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിൾ പാലാണ് കേട്ടോ വാങ്ങിക്കുക. സൊസൈറ്റിയിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന പാലാണ് കേട്ടോ. പാക്കറ്റ് പാൽ അധികം വാങ്ങിക്കാറില്ല. വാങ്ങിക്കുകയാണെങ്കിൽ മിൽമ വാങ്ങിക്കും. അത് എപ്പോഴെങ്കിലും തന്നെ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുടിച്ചിട്ട് പിന്നെ നമുക്ക് പാക്കറ്റ് പാൽ കൊണ്ടുള്ള ചായ കുടിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ പാലാണ് അധികമല്ല എപ്പോഴും വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള ദിവസങ്ങളിൽ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ അത് മിസ്സാവുള്ളൂ. അല്ലാത്ത ദിവസം എപ്പോഴും ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. പിന്നെ ചായയൊക്കെ വെച്ച് കുടിച്ചു. പിന്നെ ഞാനും കടം ചേച്ചിയൊക്കെ ചായ കുടിച്ചു. മോള് പിന്നെ കുടിക്കില്ലല്ലോ, മോള് പിന്നെ ചായ കുടിക്കില്ല. പിന്നെ അതിന് ശേഷം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവിടെയും ഒന്ന് അടിച്ചു വരികയാണ്. പിന്നെ മോള് സ്കൂൾ വിട്ട് വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഒരു 6 മണി ആയാൽ പിന്നെ അവളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അവളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ വിളക്ക് വയ്ക്കുക, പിന്നെ അതിന് ശേഷം പഠിക്കുക, അതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അതാ കണ്ണം ചേച്ചി ഷോപ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതാ മുറ്റമൊക്കെ അടിച്ചുമായിരുന്നു. പിന്നെ മോളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. പിന്നെ അവൾ സ്കൂളിലത്തെ ഓരോ വിശേഷങ്ങളും പറഞ്ഞു, കോമഡി അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് അവൾ ചെടിയിലത്തെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് വലിച്ച് കളയട്ടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഉണങ്ങിയ ഇലയൊക്കെ വലിച്ച് കളഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ കാറ്റ് തുടങ്ങി കേട്ടോ. ഓരോ ദിവസം കാറ്റുണ്ടാവും, ഓരോ ദിവസം കാറ്റുണ്ടാവില്ല. ഇന്ന് നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്ത് കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിക്കാൻ. ഓരോ ദിവസം ഓരോ പോലെയാണ് കേട്ടോ ഇവിടെ. ചില ദിവസം നല്ല കാറ്റുണ്ടാവും, ചില ദിവസം കാറ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടില്ലേ കുറേ ചട്ടികളൊക്കെ എനിക്ക് ഒതുക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാണ് കേട്ടോ. ചട്ടികളൊക്കെ എല്ലാം അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടേ. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഒരെണ്ണം എടുത്താലും പിന്നെ 3-4 എണ്ണം നോക്കിയിട്ടല്ലേ ഒരെണ്ണം എടുക്കുള്ളൂ. അപ്പോൾ എല്ലാം എടുത്ത് അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയായിരുന്നു ഞാൻ. ഇതൊക്കെ എപ്പോഴെങ്കിലും ചെയ്യുന്ന പണിയാണ് കേട്ടോ, എപ്പോഴൊന്നും ചെയ്യില്ല. ഇപ്പം ഇന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള സ്പേസ് തീരെ ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എവിടെയും കടയിൽ പോവുകയാണെങ്കിലും ഒരു സാധനം എടുക്കാനാണെങ്കിലും നമ്മൾ കുറേ സാധനമൊക്കെ എടുത്ത് നോക്കിയിട്ടല്ലേ എടുക്കുള്ളൂ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും. പിന്നെ മൺപാത്രം ആകുമ്പോൾ പിന്നെ നന്നായി നോക്കിയിട്ടല്ലേ എടുക്കുള്ളൂ എല്ലാവരും. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ മോള് വിളക്കൊക്കെ വെച്ചിട്ടോ. പിന്നെ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചന്ദനത്തിരി നമ്മുടെ കടയിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം അതാ കണ്ണമ്മ ചേച്ചി എക്സസൈസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തതിൽ ഷുഗർ കൂടുതലാണല്ലോ. അപ്പോൾ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഭയങ്കര മടിയാണ് കേട്ടോ നടക്കാൻ, എക്സസൈസ് ചെയ്യാനൊക്കെ ആൾക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ഇന്ന് മുതൽ വൈകുന്നേരം രാവിലെയും വൈകുന്നേരം 1/2 മണിക്കൂർ
എക്സസൈസ് ചെയ്യണമെന്ന് കണ്ടീഷനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ചെയ്യും, നാളെ മുതൽ ചെയ്യുമെന്നറിയില്ല, പറയണം. ഇങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ, അപ്പോഴേ ചെയ്യുള്ളൂ. അപ്പം ഇന്ന് ഞാൻ എന്തായാലും ചെയ്യണം പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അപ്പം ചെയ്യിപ്പിക്കുകയാണ്. 2 3 4 1 2 3 4 1 3 4 1 2 3 4 1 വളയി കുറച്ചും കൂടി 2 3 4 1 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 3 4 1. അപ്പോൾ ആ കാണാം ചേച്ചി എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിന് ശേഷം ഒരു മുട്ട വറുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മോൾക്ക് വിശക്കണു പറഞ്ഞു. അപ്പോൾ എന്നാൽ മുട്ട വറുത്ത് മോൾക്ക് ചോറ് കൊടുത്തിട്ട് പോയിട്ട് ഷോപ്പ് അടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഒരു ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കിട്ടോ. പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ നോക്കുമ്പോൾ. അപ്പം ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ മോൾക്ക് ചോറും പിന്നെ രാവിലത്തെ ചേമ്പ് കിഴങ്ങൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ചാറ് മാത്രം ഒഴിച്ചിട്ട് മുട്ട വറുത്തതും കൂടിയിട്ട് മോൾക്ക് കഴിക്കാൻ കൊടുത്തു. പിന്നെ അതാ മോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണാം ചേച്ചി അത് എക്സസൈസൊക്കെ ചെയ്ത് ക്ഷീണിച്ചത് അവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഷോപ്പൊക്കെ അടച്ചു കേട്ടോ. പിന്നെ അവിടെ അടച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരയ്ക്കും ടാറ്റാ.